ഹരേ കൃഷ്ണ, രാധേ രാധേ. ചൈത്ര നവരാത്രി 7ാം ദിനത്തിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ചൈത്ര നവരാത്രിയുടെ പാവനമായ ദിനങ്ങളാണ് നടക്കുന്നത്. ഈ ദിനങ്ങളിൽ മനുഷ്യർ ദേവിയുടെ ആരാധന ചെയ്ത് തനിക്ക് എത്താൻ കഴിയുന്ന ഉയർന്ന ആധ്യാത്മികതയിൽ എത്തുന്നു, ഇഷ്ടവരവും പ്രാപ്തമാക്കുന്നു. ഇന്ന് 7ാം ദിനമാണ്. കാളരാത്രി മാതാവിനെയാണ് ഈ ദിനം പൂജിച്ച് ആരാധിക്കുന്നത്. കാളരാത്രി ദേവി തൻ്റെ പേര് പോലെ തന്നെ അതിഭയാനകമായ രൂപമാണ് ധരിച്ചിരിക്കുന്നത്. ദേവിയുടെ നിറം രാത്രി പോലെ കറുപ്പാണ്. ദേവിയുടെ സ്വരൂപം അത്യന്തം ഭയങ്കരവും ഭീവത്സവുമാണ്. 2 വിശേഷ രാക്ഷസരുടെ വധം ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ദേവി ഇങ്ങനെ ഒരു സ്വരൂപം എടുത്തത്. ആരായിരുന്നു ആ 2 രാക്ഷസന്മാർ എന്ന് നമുക്ക് കഥയിലൂടെ മനസ്സിലാക്കാം. ചൈത്ര നവരാത്രിയുടെ 7ാം ദിനം കാളരാത്രി ദേവിയുടെ പൗരാണിക കഥ നമുക്ക് കേൾക്കാം. ശുംഭനിശുംഭന്മാർ 2 അസുര സഹോദരന്മാരായിരുന്നു. ഇവർ 2 പേരും ബ്രഹ്മാവിനെ പ്രസന്നനാക്കാൻ വേണ്ടി, വരൻ വാങ്ങാനായി വേണ്ടി ഘോര തപസ് ചെയ്തുകൊണ്ടിരുന്നു. 10,000 വർഷം നീണ്ട തപസ്സിനു ശേഷം ബ്രഹ്മാവ് പ്രസന്നനായി അവരോട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഇവരും മഹിഷാസുരനെ പോലെ തന്നെ വരം ചോദിച്ചു. ആദ്യം ഇവർ അമരത്വം വരമായി ചോദിച്ചു. അത് ബ്രഹ്മാവിന് നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ 2 പേരും ഇങ്ങനെ പറഞ്ഞു: അവർ പുരുഷന്മാരുടെ കൈകൊണ്ട് മരിക്കാനായി പാടില്ല. സ്ത്രീ ശക്തിഹീനയാണെന്ന് കരുതി ശുംഭനും നിശുംഭനും കേവലം ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മരണം സംഭവിക്കാവൂ എന്ന വരദാനം വാങ്ങി. വാസ്തവത്തിൽ അവർക്ക് സ്ത്രീകളെ യാതൊരു ഭയവുമില്ലായിരുന്നു. അവരുടെ ഇങ്ങനെയുള്ള ഈ ധാരണ കുറച്ചു സമയം കൊണ്ട് തന്നെ മാറാൻ പോവുകയായിരുന്നു. ബ്രഹ്മാവ് ഈ വരദാനം ഉടനെ തന്നെ കൊടുത്തു. ഇതിൻ്റെ ഫലമായി 2 പേരും 3 ലോകത്തിലും നാശം വിതയ്ക്കാനായി തുടങ്ങി. അവർ സ്വർഗലോകത്തിൽ നിന്നും ദേവന്മാരെ ഓട്ടിച്ചു കളഞ്ഞു. എല്ലാ ദേവന്മാരും പാർവതി മാതാവിൻ്റെ ശരണത്തിലെത്തി എല്ലാ വിഷമതകളും പറഞ്ഞു കേൾപ്പിച്ചു. ദേവന്മാരെല്ലാം പാർവതി ദേവിയോട് പ്രാർത്ഥിച്ചു തങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ പാർവതി ദേവി ബ്രഹ്മാണ്ടത്തിൻ്റെ സുരക്ഷയ്ക്കായി അതിഭയങ്കരമായ രൂപം ധരിച്ചു. ആ രൂപമാണ് ദേവി കാളരാത്രി. കാളി ദേവിക്ക് 3 നേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ദേഷ്യം ജ്വലിച്ചിരുന്നു. ശുംഭനും നിശുംഭനും ഇതിനകം ദേവി കാളരാത്രിയുടെ വരവിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അതേസമയം തന്നെ തൻ്റെ 2 സേവകന്മാരെ ചണ്ഡനെയും മുണ്ടനെയും ദേവിയോട് യുദ്ധം ചെയ്യാനായി അവർ പറഞ്ഞയച്ചു. ഈ 2 അസുരന്മാരും കാളരാത്രിയുടെ കൂടെ അതിഭയങ്കരമായ യുദ്ധം ചെയ്തു. ഒടുവിൽ 2 പേരും ദേവിയാൽ തന്നെ വധിക്കപ്പെട്ടു. അത് കാരണം ദേവിക്കൊരു പുതിയ പേര് കൂടി വന്നു, ചാമുണ്ട. ശുംഭനിശുംഭന്റെ മറ്റൊരു സേവകൻ ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു രക്തബീജൻ. ഇവൻ സാധാരണ അസുരനല്ലായിരുന്നു. ഇവന് ശിവഭഗവാൻ സ്വയം വരദാനം കൊടുത്തിരുന്നു. എപ്പോഴെങ്കിലും അവന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീഴുന്നുവോ അതിൽ നിന്നും അസംഖ്യം രാക്ഷസന്മാർ ഉൽപ്പന്നമാകും. അതും രൂപത്തിലും ശക്തിയിലും രക്തബീജനെ പോലെ തന്നെയാകും. ദേവിക്ക് ഈ രാക്ഷസനെയും യുദ്ധത്തിൽ മറികടക്കേണ്ടതുണ്ടായിരുന്നു. രക്തബീജനും ദേവിയും യുദ്ധഭൂമിയിൽ മുഖത്തോട് മുഖം വന്നു. ദേവി രക്തബീജനെ വെട്ടിമുറിവേൽപ്പിച്ചപ്പോൾ ആ രക്തധാരയിൽ നിന്നും എണ്ണമറ്റത്ര രക്തബീജൻ ഉൽപ്പന്നനായി. ഈ അസംഖ്യ ദൈത്യന്മാരോട് യുദ്ധം ചെയ്യാൻ ദേവി തൻ്റെ സ്വരൂപവും അസംഖ്യമാക്കി. പക്ഷേ ഈ ഓരോ രാക്ഷസനെയും ദേവി ഹരിക്കാനായി തുടങ്ങിയപ്പോൾ അവരുടെ രക്തത്തിൽ നിന്നും അസംഖ്യം രാക്ഷസന്മാർ ഉടലെടുത്തു. ഇപ്പോൾ ദേവന്മാർക്ക് തോന്നി രക്തബീജനെ കൊല്ലാൻ അസംഭവ്യമാണെന്ന്. ഇതേ സമയം കാളി ദേവി ഒരു വിചിത്ര ലീല ചെയ്തു. ദേവി തൻ്റെ നാക്ക് വളരെയധികം യോജന വലുപ്പത്തിൽ വെളിയിലേക്കിട്ടു. എന്നിട്ട് എപ്പോൾ ദേവി ഒരു രക്തബീജനെ വധിക്കുന്നു അവൻ്റെ മുഴുവൻ രക്തവും ഭൂമിയിൽ വീഴുന്നതിനു മുൻപ് ദേവി കുടിച്ചു വറ്റിച്ചു. ഇങ്ങനെ യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ രാക്ഷസരെയും വധിച്ചുകൊണ്ടിരുന്നു. കൂടാതെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുൻപ് ദേവി കുടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കേവലം വാസ്തവിക രക്തബീജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാളി ദേവി അവൻ്റെയും തല ശരീരത്തിൽ നിന്നും അകറ്റി അവൻ്റെ മുഴുവൻ രക്തവും കുടിച്ചു. ഇങ്ങനെ രക്തബീജനെ ദേവി കൊന്നു. ഇതിനുശേഷം ശുംഭനിശുംഭനും ദേവിയോട് യുദ്ധത്തിന് വരേണ്ടി വന്നു. വളരെ നാളുകൾ നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ദേവി കാളരാത്രി ഈ 2 രാക്ഷസരെയും വധിച്ചു. ഈ ഭൗതിക ലോകത്തിനെ അവരുടെ ശല്യത്തിൽ നിന്നും രക്ഷിച്ചു. ദേവതമാർക്ക് സ്വർഗവും തിരിച്ചു നൽകി. കാളി ദേവിയുടെ രൂപം ഭീഭത്സമാണ്. ദേവിക്ക് 4 കൈകളും 3 കണ്ണുകളുമുണ്ട്. ദേവിയുടെ ചുണ്ടുകൾ വലുതാണ്. കാത് വലുതായിരുന്നു. അത് ശംഖുപുഷ്പം പോലെ ആയിരുന്നു. ദേവിയുടെ മുടി അഴിച്ചിട്ടിരിക്കുന്നതാണ്. ശരീരം വളരെ തേജസ്സുള്ളതും കറുപ്പ് നിറവുമുള്ളതാണ്. മുള്ളുപോലുള്ള ആഭൂഷണങ്ങളാണ് ദേവി ധരിച്ചിരിക്കുന്നത്.
ഇടതേ കാലിൽ വളരെ തടിച്ച ഒരു തള ഇട്ടിട്ടുണ്ട്. ദേവിയുടെ വാഹനം കഴുതയാണ്. ഒരു കൈയിൽ വാളും മറു കൈയിൽ വജ്രായുധവുമാണ്. മൂന്നാം കൈയിൽ അഭയമുദ്രയാണ്. നാലാമത്തെ കൈ വരമുദ്രയിലുമാണ്. ദേവിക്ക് ചുവന്ന ചെമ്പരത്തി പൂവിൻ്റെ മാലയും നാരങ്ങ കൊണ്ടുള്ള മാലയും അതിപ്രിയങ്കരമാണ്. ദേവിക്ക് ശർക്കര കൊണ്ടുണ്ടാക്കിയ പ്രസാദം വളരെ പ്രിയങ്കരമാണ്. ഭാരതത്തിൽ കാളീക്ഷേത്രങ്ങൾ ഒത്തിരിയുണ്ട്. കാളരാത്രി ദേവിയുടെ ഒരു പ്രാചീന ക്ഷേത്രം വാരാണസിയിലുമുണ്ട്. ദേവി കാളരാത്രിയുടെ പൂജയിലൂടെ അകാല മൃത്യുവും ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം. എല്ലാ പേർക്കും ചൈത്ര നവരാത്രി ആശംസകൾ. ഹരേ കൃഷ്ണ. രാധേ രാധേ. ജയ് ശിവശക്തി.